ഗൂഗിൾ പേയിൽ ആള് മാറി പണം അയക്കുക അല്ലെങ്കിൽ അയക്കുന്ന തുക മാറുക, ഇത്തരം മണ്ടത്തരങ്ങളൊക്കെ നമ്മൾ പലർക്കും സംഭവിക്കാറുണ്ട്. ഇങ്ങനെ ഒരു പറ്റിയാൽ പണം തിരികെ ലഭിക്കാൻ എന്ത് ചെയ്യണം? വിശദമായി അറിയാം. സ്വാഗതം ടെക് ടോക്കിലേക്ക്. ഡിജിറ്റൽ പേയ്മെന്റുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ഡിജിറ്റൽ പേയ്മെന്റുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ആപ്പുകളിൽ ഒന്നാണ് ഗൂഗിൾ പേ അഥവാ ജിപേ. ചായ കുടിച്ചാൽ ജിപേ, സാധനങ്ങൾ വാങ്ങിയാൽ ജിപേ, അങ്ങനെ എന്തിനും ഏതിനും ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരുടെ കാലമാണിത്. ഇന്ന് ഓരോ മുക്കിലും മൂലയിലും ഡിജിറ്റൽ പേയ്മെന്റ് സൗകര്യം ലഭ്യം. എന്നാൽ ചില അബദ്ധങ്ങൾ സംഭവിച്ചാൽ പണം നഷ്ടമാവാനും ഗൂഗിൾ പേ ഇടപാടുകൾ ഇടവരുത്തും. നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റ് സംഭവിച്ചാലോ, കോണ്ടാക്ട് സെലക്ട് ചെയ്യുന്നതിൽ വീഴ്ച സംഭവിച്ചാലോ കണ്ണടച്ച് തുറക്കും മുമ്പ് പണം നഷ്ടമായിട്ടുണ്ടാകും. ഡിജിറ്റൽ പേയ്മെന്റുകൾ വഴി ഇത്തരത്തിൽ പണം നഷ്ടമായവർ അനവധി. ഇത്തരം തെറ്റുകൾ സംഭവിച്ചാൽ പണം തിരികെ ലഭിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അതിനെക്കുറിച്ച് വിശദമായി നോക്കാം. ആദ്യം തന്നെ തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ നോക്കാം. പേയ്മെന്റ് കൺഫേം ചെയ്യും മുമ്പ് രണ്ടാവർത്തി പരിശോധിച്ച് തുകയും ഫോൺ നമ്പറും UPI ഐഡിയും കോണ്ടാക്ട് നെയിമും ഉറപ്പുവരുത്തുക. കോണ്ടാക്ട് മാറി പണം അയച്ചാൽ പണം സ്വീകരിച്ചയാളെ ആദ്യപടിയായി കോണ്ടാക്ട് ചെയ്യാം. പൊതുവെ നമ്മുടെ സൗഹൃദ വലയത്തിലുള്ളവരായിരിക്കും കോണ്ടാക്ട് ലിസ്റ്റിലുണ്ടാവുക. അതിനാൽ തന്നെ തെറ്റായി അയച്ച പണം പെട്ടെന്ന് തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അത് അവരോട് ആവശ്യപ്പെടുകയും ചെയ്യാം. ഇനി അപരിചിതർക്കാണ് പണം മാറി അയച്ചെങ്കിലോ, അയാളെയും നേരിട്ട് ഫോണിൽ ബന്ധപ്പെടുകയാണ് ആദ്യം ചെയ്യേണ്ടത്. തെറ്റുപറ്റിയെന്നും പണം തിരികെ അയക്കാൻ ആവശ്യപ്പെടുകയുമാകാം. മാന്യമായ ഇടപെടലുകളിലൂടെ പണം തിരികെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മോശമായി പെരുമാറിയാൽ പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യത കുറയും. ഈ മാർഗം ഫലവത്തായില്ലെങ്കിൽ ഗൂഗിൾ പേയുടെ കസ്റ്റമർ സർവീസിൽ ബന്ധപ്പെടാം. ഇതിനായി ഗൂഗിൾ പേ ടോൾ ഫ്രീ നമ്പർ ഉപയോക്താക്കൾക്കായി പുറത്തിറക്കിയിട്ടുണ്ട്. 1800419015 എന്ന നമ്പറിലൂടെയാണ് ഗൂഗിൾ പേ കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെടേണ്ടത്. ഈ നമ്പറിൽ വിളിച്ചാൽ തുടർ നടപടികൾ ഗൂഗിളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. എന്നാൽ വെറുതെ അങ്ങ് ഗൂഗിളിന് ഒരു പരാതി സമർപ്പിക്കാനാവില്ല എന്നും മനസ്സിലാക്കിയിരിക്കണം. പരാതി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ പേ ഇടപാട് നടത്തിയതിന്റെ വിവരങ്ങൾ ഉണ്ടായിരിക്കണം. അതിലൊന്നാണ് ട്രാൻസാക്ഷൻ ID. ഗൂഗിൾ പേ ഹിസ്റ്ററിയിൽ നോക്കിയാൽ ID ലഭിക്കും. രണ്ടാമതായി ഇടപാട് നടത്തിയ തീയതിയും സമയവും. പിന്നെ വേണ്ടത് ഇടപാട് തുകയാണ്. നാലാമതായി വേണ്ട കാര്യമാണ് പണം സ്വീകരിച്ച ആളുടെ UPI ID. ഈ വിവരങ്ങളെല്ലാം ഗൂഗിൾ പേയുടെ കസ്റ്റമർ സർവീസിന് നമ്മൾ നൽകണം. പണം തിരികെ ലഭിക്കാനുള്ള അടുത്ത മാർഗമാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ പരാതി രജിസ്റ്റർ ചെയ്യുക എന്നത്. npci.org.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച ശേഷം വാട്ട് വി ഡു എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് UPI എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. UPI ഇടപാട് ID, അയച്ചയാളുടെയും സ്വീകരിച്ചയാളുടെയും ബാങ്ക് പേരുകൾ, ട്രാൻസ്ഫർ ചെയ്ത തുക തുടങ്ങിയ വിശദാംശങ്ങൾ പൂരിപ്പിച്ചാൽ പരാതി രജിസ്റ്റർ ആവും.